ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. നമ്മൾ SIR ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ വീണ്ടും എന്തെങ്കിലും കാരണത്താൽ നമ്മൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതിൽ തന്നെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഏത് വെബ്സൈറ്റ് വഴിക്കാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന കാര്യം. എല്ലാവരും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ചുറ്റും വരുന്ന എല്ലാവരിലേക്കും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങളുടെ അവിടെ സെയിം സ്ഥലത്ത് വോട്ട് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുകയോടെ ചെയ്യുക. കാരണം നാളെയാണ് ഈ പറയുന്ന കരട് വോട്ടർ പട്ടികയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യം. നാളെ കഴിഞ്ഞിട്ട് ഓൾറെഡി ഈ പറയുന്ന ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുശേഷം ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് നമുക്ക് പിന്നീട് മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി അത് നീട്ടുമോ എന്ന് അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, നിങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഡീറ്റെയിൽസ് മറ്റുള്ളവരേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഏകദേശം 24,81,000 പേരാണ് ലിസ്റ്റിൽ നിന്ന് ഇപ്പം നമുക്ക് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഏകദേശം 25 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഏകദേശം 1 കോടി പേരാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലടക്കം എല്ലാ ലൊക്കേഷനിലും ഇതുപോലെ തന്നെ ഒരുപാട് പേര് പുറത്താക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കേരളത്തിലും ഒരുപാട് പേര് പുറത്താക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതേപോലെ തന്നെ ഈ വീഡിയോന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് അവർ പുറത്താക്കി എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. ഇപ്പൊ ഇൻ കേസ് നോക്കാൻ അറിയില്ലാത്തവർക്കോ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ ഇത് അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ അവരുടെയും കൂടെ നോക്കിയതിനു ശേഷം തീർച്ചയായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നാളേക്കകം അതിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇത് വരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ceo.kerala.gov.in ceo.kerala.gov.in/asd പിന്നെ ഒരു ഹൈഫൻ ലിസ്റ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അതിന്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഏത് ജില്ലയാണോ അത് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ താലൂക്ക് അല്ലെങ്കിൽ ലൊക്കേഷൻ മെൻഷൻ ചെയ്യുക. എവിടെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ മെൻഷൻ ചെയ്യുക. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ നിലവിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. എന്ത് കാരണം കൊണ്ടാണെന്ന് ഓൾറെഡി റൈറ്റ് സൈഡിൽ മെൻഷൻഡ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മസ്റ്റായിട്ട് നാളെ തന്നെ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോം കിട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഫോം എങ്ങനെയൊക്കെ കിട്ടാത്തതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നത്, ഇതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തുള്ള വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതോടെ ചെക്ക് ചെയ്തതിനു ശേഷം അയക്കുക. ഈ വീഡിയോ എല്ലാവരിലേക്കും അയക്കുക. അപ്പോൾ ഒന്നോടെ ഞാൻ അതിന്റെ വെബ്സൈറ്റ് പറയുകയാണ്. ceo.kerala.gov.in/asd-list ലിസ്റ്റ് എന്താണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയ വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഓക്കെ, ശരി.